നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി കൂടുതൽ സൂക്ഷിക്കേണ്ടി വന്നിരിക്കുക ഗോപിയേട്ട. അവള് ഈ നാട് വിട്ടു പോകാൻ ഒരു സാധ്യതയില്ല. പക്ഷേ ഇപ്പൊ എവിടെ പോയി അന്വേഷിക്കും പാറു? ഒരു പിടിയും കിട്ടുന്നില്ല. ജോൺസനെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുന്ന അവൾക്ക് തോന്നിക്കാണും. അതുകൊണ്ട് അവള് മുങ്ങിയത്. നമുക്കൊരു സമാധാനവും തരില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച് അവൾ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഞാനങ്ങോട്ട് വരട്ടെ. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. നീ ഫോൺ വെക്ക്. എന്റെ ഭഗവാനെ, ഒരു കാരണവശാലും നിർമ്മല ഇനി ഗൗതമിനെ കാണല്ലേ. ഭഗവാനെ, ഈ പ്രോജക്റ്റിന്റെ ആവറേജ് ബഡ്ജറ്റ് എത്രയാണെന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ? നിയർലി ഒരു 10 crores വരും. നമുക്കിത് ഒരു ജോയിന്റ് വെഞ്ചറായിട്ട് ചെയ്യാൻ പറ്റും. ആരാ? എനിക്ക് ഗൗതം സാറിനെ ഒന്ന് കാണണമായിരുന്നു. നിങ്ങളാരാ? എന്താ പേര്? എവിടെന്നാ വരുന്നേ? എന്തിനാ കാണുന്നേ? അത് പിന്നെ ഗൗതം സാറിനെ എന്നെ അറിയാം. നിർമ്മല വന്നു എന്ന് പറഞ്ഞാ മതി. ഇങ്ങനെ അറിയാൻ പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞേ ഒരുപാട് ആൾക്കാർ ഇവിടെ വരും. അതൊക്കെ വിളിച്ച് സാറിനോട് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കൂ സാറിനോട്. ഞാൻ വന്നു എന്നറിഞ്ഞാ സാർ ഇങ്ങോട്ട് വന്ന് കണ്ടോളും. സത്യത്തിൽ സാർ ആരാണെന്ന് അമ്മയ്ക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അറിയാമെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ സാറ് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ ഇരിക്കുകയാണ്. ഇന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ. ഒന്ന് പറഞ്ഞു നോക്കൂ. ഒരു ഗസ്റ്റുകളെ അനുവദിക്കേണ്ടെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാറിനെ ഇന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മ പോയിട്ട് നാളെ എങ്ങനെ വാ, അപ്പം ആലോചിക്കാം നമുക്ക്. നിങ്ങൾ പറഞ്ഞത് ഓക്കെയാണ്. പക്ഷെ ആ പ്രോജക്റ്റും ഇതും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അത് ശരിയാണ്. പക്ഷേ മാക്സിമം നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരു 3 years ago ഞാൻ ഇതുപോലൊരു പ്രോജക്റ്റിന് വേണ്ടി ചില എക്സ്പേർട്ടുകളെ വെച്ചൊരു സ്റ്റഡി നടത്തിയിരുന്നു. അതിന്റെ ഫയൽസ് ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ. സർ, ഒരു മിനിറ്റ്, ഞാനിപ്പോ ഇതേ കാര്യം തന്നെയല്ലേ നിങ്ങളോട് കുറെ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇനി പോവാ ഉദ്ദേശമില്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ചു വരുത്തി പിടിച്ച് പുറത്താക്കാൻ പറയാം നിങ്ങളെ. ഗൗതം, ഓഫീസിലേക്ക് വരുന്ന ഗസ്റ്റുകളോട് എന്തിനാ ഇങ്ങനെ റഫായിട്ട് പെരുമാറുന്നത്? സാർ, അത് ഇത് ആരാണെന്ന് അറിയോ എനിക്ക്? ഡോണ്ട് യു നോ ഹൗ ടു ബിഹേവ് വിത്ത് സമൺ? ഡോണ്ട് യു ഹാവ് എനി സെൻസ്? അറ്റ്ലീസ്റ്റ് ട്രീറ്റ് എൽഡേഴ്സ് വിത്ത് സം റെസ്പെക്ട്. സോറി സാർ. നിർമ്മലമ്മ വാ. ശ്രദ്ധിച്ച്. എക്സ്ക്യൂസ് മീ, ഒരു 5 മിനിറ്റ് VIP റൂമിൽ ഒന്ന് വെയിറ്റ് ചെയ്യാമോ? എനിക്ക് ഈ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഓക്കെ സർ, നോ പ്രോബ്ലം. വേണ്ട മോനെ, ഞാൻ വെളിയിലിരിക്കാം. സംസാരിച്ച് കഴിഞ്ഞിട്ടൊന്ന് വന്നാൽ മതി. അതൊന്നും സാരമില്ല, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ ഓക്കെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അമ്മ ഇരിക്കേ. വേണ്ട മോനെ, ഞാനിവിടെ നിന്നോളാം. ഇങ്ങോട്ട് ഇരിക്കുന്നേ. ഇതെവിടെ ഇരിക്കട്ടെ. വാ, ഇരിക്കേ. ഇരിക്കേ.
ഇത്രയും വലിയൊരു ഓഫീസാണോ മോൻ നോക്കി നടത്തുന്നത്? അതെ അമ്മേ, ഇത് മാത്രമല്ല, ഇതുപോലെ ഹൈദരാബാദിലും മുംബൈയിലും ഒക്കെ ആയിട്ട് 4-5 ബ്രാഞ്ചുകളുണ്ട്. അല്ല, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ആ, സാരമില്ല, എന്തായാലും പറഞ്ഞോളൂ. അത് ഞാൻ ഈ നാട്ടിൽ നിന്ന് എന്നെ പോകാൻ തീരുമാനിച്ചു മോനെ. പോകാനോ? എന്തു പറ്റി അമ്മേ? ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ എന്റെ മോനെ അന്വേഷിച്ച. ഇനിയിപ്പോ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലെന്നാ തോന്നുന്നേ. അല്ല, നിർമ്മലമ്മ എന്താ ഇങ്ങനെ പ്രതീക്ഷ നശിച്ച പോലെ സംസാരിക്കുന്നേ? ഒരടയാളം പോലും ഇല്ലാത്തതുകൊണ്ടാ എനിക്ക് ഒരു അന്വേഷണം തുടങ്ങാൻ പറ്റാതിരുന്നത്. വരട്ടെ, നമുക്ക് അന്വേഷിക്കാം. അമ്മേ, ഉറപ്പായും നമുക്ക് അമ്മയുടെ മകനെ കണ്ടെത്താനാവും. അമ്മയ്ക്ക് അമ്മയുടെ മകനെ കണ്ണിറയെ കാണാനും പറ്റും. ഞാനിപ്പോഴും എന്റെ പൊന്നുമോനെ കണ്ണിറയെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അമ്മയുടെ മകനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നേനെ. പക്ഷേ എങ്ങനെ പറയാനാ? കുഞ്ഞുനാളിനെ നഷ്ടപ്പെട്ടു പോയതല്ലേ. ആ രൂപം എങ്ങനെയായിരിക്കുമെന്ന് അമ്മയ്ക്ക് പോലും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. അയ്യോ, കരയാതിരിക്കമ്മേ. ഏതെങ്കിലും ഒരു ദിവസം അമ്മയെ തേടി അമ്മയുടെ മകൻ വരും. അത് എത്രയും വേഗം സംഭവിക്കുകയും ചെയ്യും. എന്റെ മകൻ എന്റെ അരികിലെത്തുന്ന കാലം വരെയും ഞാൻ ജീവിച്ചിരിക്കുന്ന വിശ്വാസം പോലും എനിക്കില്ല. കൊണ്ടുവന്ന പണമൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ നിൽക്കുന്ന കാര്യം തന്നെ ബുദ്ധിമുട്ടാണ് മോനെ. തിരിച്ചു പോയേ മതിയാവൂ എനിക്ക്. ജോലിയൊന്നും ചെയ്യുന്ന കാര്യത്തിൽ ഒരു മടിയുമില്ല. അതിപ്പോ വീട്ടുജോലിയായാലും ഞാൻ ചെയ്യും, ചെയ്തിട്ടുമുണ്ട്. പക്ഷേ പരിചയമില്ലാത്ത നാടല്ലേ ഇത്. അതുപോലും കിട്ടാൻ പ്രയാസമാ. ഇതിപ്പോ പ്രായമൊക്കെ കൂടി വരികയല്ലേ. നന്നായി പാചകമൊക്കെ ചെയ്യുമെങ്കിലും എല്ലാവർക്കും ചെറുപ്പക്കാരെ മതി. എന്നെ മോന്റെ വീട്ടിലെ അടുക്കളക്കാരിയായെങ്കിലും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൂടെ മോനെ? ഇനിയുള്ള കാലം ഈ അമ്മ നിനക്ക് വെച്ച് വിളമ്പി എന്റെ ജീവിതം തീർത്തോളാം. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അതുകൊണ്ട് അവസാനമായി മോനെ ഒന്ന് കണ്ടിട്ട് പോവാൻ വേണ്ടി വന്നതാ. ഇതിപ്പോ ഇതിൽ ഞാൻ എന്ത് പറയാനമ്മേ? സാരമില്ല മോനെ. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്. സാധിച്ചു തരുമോ നീ എനിക്ക്? എന്താ, പറഞ്ഞോളൂ. എന്റെ കൈകൊണ്ട് ഞാനുണ്ടാക്കിയ ഒരു പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മോൻ കഴിക്കോ?